السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്റിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 118 വചനമാണ് ഇന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ كمثل ريح فيها سر أصابت حرث قوم ظلموا أنفسهم فأهلكته وما ظلمهم الله ولكن أنفسهم يظلمون. മസൽ എന്ന് പറഞ്ഞാൽ ഉപമ എന്നാണ് അർത്ഥം. മാ യുൻഫിഖൂന, അവർ ചിലവഴിക്കുന്നതിൻ്റെ ഉപമ. മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്ത്, ഐഹിക ലോകത്ത്, ഈ ലോകത്ത് അവർ ചിലവഴിക്കുന്നതിൻ്റെ ഉപമ കമസലി രീഹിൻ, ഒരു കാറ്റിനെ പോലെയാണ്. കമസലി പോലെയാണ്, രീഹിൻ ഒരു കാറ്റ് പോലെയാണ് ഈ ലോകത്ത് അവർ ചിലവഴിക്കുന്നതിൻ്റെ ഉപമ. ഫീഹ, അതിലുണ്ട്, അതായത് ആ കാറ്റിൽ, സിറുൻ, അതിശൈത്യം. നമുക്കറിയാമല്ലോ, കാറ്റ് വീശുമ്പോൾ പല രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ നല്ല കുളിർ കാറ്റ്, നല്ല കുളിർ കാറ്റെന്ന് പറയും. ചിലപ്പോൾ പറയും അത് എന്തൊരു ഉഷ്ണക്കാറ്റ്, കാറ്റടിക്കുന്നു, പക്ഷേ അത് വളരെ ഉഷ്ണം. ചിലർ ഈ കുളിർ കാറ്റിന് പറയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര തണുപ്പ്, അപ്പോൾ അവർ സ്വെറ്ററൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ അതിലും വലിയ മഞ്ഞായി മാറുന്ന കാറ്റും അവസ്ഥാവിശേഷവുമുണ്ട്. പ്രകൃതിയിലോട്ട് നോക്കിയാൽ പിന്നെ ഒന്നും കാണാനൊക്കാത്ത നിലയിലും എല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്നതായിട്ട്. ഇതൊക്കെ നമ്മൾ പ്രകൃതിയിലെ പല അവസ്ഥാവിശേഷങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കമസലി രീഹിൻ, ഒരു കാറ്റിനെ പോലെയാണ്. ഫിഹ, അതിൽ, സിറുൻ, അതിശൈത്യമുണ്ട്, അതിശൈത്യമുള്ള ഒരു കാറ്റ്. അസാബത്ത്, അത് ബാധിച്ചു, ആ കാറ്റ് ബാധിച്ചു, ആ കാറ്റ് മൂലം സംഭവിച്ചു. ഹർസ കൗമിൻ, ഒരു ജനതയുടെ കൃഷിയെ, ആ കാറ്റ്, ആ തണുത്ത ഉറഞ്ഞ കാറ്റ് ഒരു ജനതയുടെ കൃഷിയെ ബാധിച്ചു. ആ ജനത എങ്ങനെയുള്ളവരായിരുന്നു? ളലമൂ അൻഫുസഹും, അവർ സ്വയം അക്രമം ചെയ്യുന്നവരായിരുന്നു. ളലമൂ അൻഫുസഹും, അവർ സ്വയം അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു.
പ്രവർത്തിക്കുന്നവരായിരുന്നു. ഫാഹിലകതുഹു, എന്നിട്ടത് അതിനെ നശിപ്പിച്ചു. ഈ അക്രമം ചെയ്തുകൊണ്ടിരുന്ന ജനതയുടെ കൃഷിയെ ഈ അതിശൈത്യമുള്ള കാറ്റ് നശിപ്പിച്ചു. ഫാഹിലകതു വമാ ലലമഹുമുല്ലാഹു, അള്ളാഹു അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഒരക്രമവും ചെയ്തിട്ടില്ല, ഒരന്യായവും ചെയ്തിട്ടില്ല. വലാക്കിൻ അൻഫുസഹും, എന്നാൽ അവർ തന്നെ യദ്ലിമൂൻ, അക്രമം പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇതിനെ നമ്മൾ ഒന്ന് ഗാഢമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ദ വെൽത്ത് ദേ സ്പെൻഡ്, അവർ ചിലവഴിച്ച ധനം, ഇൻ ദിസ് വേൾഡി ലൈഫ്, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ധനം നമ്മുടെ കയ്യിൽ വരികയും നമ്മൾ ചിലവഴിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നത് ദ വെൽത്ത് ദേ സ്പെൻഡ് ഇൻ ദിസ് വേൾഡി ലൈഫ്, ഈ ലോക ജീവിതത്തിൽ അവർ ചിലവഴിച്ച ധനം, ലൈക്ക് എ ഫ്രീസിങ് വിൻഡ്, തണുത്തുകൊണ്ട് ഉറഞ്ഞു പോകുന്ന ഒരു കാറ്റിനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. പ്രകൃതി ഇങ്ങനെ പൂവിട്ട് കായിട്ട് ഫലഭൂയിഷ്ടമായിട്ട് എല്ലാം നിൽക്കുന്ന സമയത്ത് അതിശൈത്യം വന്ന് കടന്നു പിടിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ കാണാനൊക്കാതെ ഉപയോഗിക്കാനൊക്കാതെ ഉറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കത് മാറും. ഇതുപോലെ അവർ ചെലവഴിക്കുന്നത് ദാറ്റ് സ്മൈറ്റ്സ് ദ ഹാർവസ്റ്റ് ഓഫ് എ പീപ്പിൾ, ആ വിൻഡ്, ആ കാറ്റ് അവരുടെ വിളവിനെ അത് ബാധിക്കുന്നു, അടിക്കുന്നു. ഓഫ് എ പീപ്പിൾ, ആ ജനങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? ഹു ഹാവ് റോങ്ഡ് ദംസെൽവ്സ്, അവർ സ്വയം അക്രമം ചെയ്യുന്നവരായിരുന്നു, അന്യായം ചെയ്യുന്നവരായിരുന്നു, ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരായിരുന്നു. ആൻഡ് ഡിസ്ട്രോയ്സ് ഇറ്റ്, അപ്പോൾ അവർ സ്വയം അക്രമം ചെയ്ത് ആൻഡ് ഡിസ്ട്രോയ്സ് ഇറ്റ്, അവരത് നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ അക്രമം ചെയ്യുന്നു, അവർ നശിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട ഫലഭൂയിഷ്ടമായിട്ടുള്ള അവസ്ഥാവിശേഷത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആൻഡ് അല്ലാഹ് ഹാസ് നോട്ട് റോങ് ദം, അള്ളാഹു തആല അവരോട് ഒരന്യായവും ചെയ്തിട്ടില്ല. ബട്ട് ദേ റോങ് ദംസെൽവ്സ്, എന്നാൽ അവർ സ്വയം അക്രമം ചെയ്യുന്ന അക്രമകാരികളായിരുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ പരിതസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ഗാഢമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6-7 മാസമായിട്ട് കേരളത്തിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാകുന്ന നിലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. ആരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഒരു വല്ലാത്ത മഴ, നശിച്ച മഴ, ഇതുമൂലം പുറത്തിറങ്ങേണ്ട കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫോണിലൂടെ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നതൊക്കെ ഉണ്ട്. നമ്മൾ എന്താണ് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്? എവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ആരാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്? അതിനുള്ള ഭൗതിക സൗകര്യങ്ങൾ നിങ്ങൾക്കൊരുക്കി തന്നത് ആരാണ്? ഇതിൻ്റെ പിന്നിൽ ഒരു നിയന്താവുണ്ട്. അവൻ്റെ കൽപ്പനകൾ നിലനിൽക്കുന്നു. ആ കൽപ്പനകൾ അഖിലവും ലംഘിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ സ്വൈരമായി കഴിയാമെന്ന് നിങ്ങൾ കരുതുന്നു. എന്താ ഇവിടെ പറഞ്ഞത്? മസലുമാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ലോക ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ, ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഉപമ ഒരു കാറ്റ് പോലെയാണ്. അപ്പോൾ ആ കാറ്റ് ഭയങ്കരമായ തണുപ്പുള്ള കാറ്റ്, അത് അവരുടെ കൃഷിയെയൊക്കെ ബാധിച്ചു. എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കൃഷി സാധനങ്ങളും അവർക്ക് ഉപയോഗിക്കാനൊക്കാതെ, ഇതുപോലെ അല്ലാഹു തആല ഇഹലോകത്ത് നൽകിയിരിക്കുന്ന അവരുടെ കഴിവുകളും അവരുപയോഗിച്ച് അവരെടുത്ത അവരുടെ സമ്പത്തുകളും അവർക്കൊരു പ്രയോജനവുമില്ലാതെ പോകുന്നു. നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കി വന്ന ഈ സാധനം അവൻ്റെ ഒരു അവസ്ഥാവിശേഷം മാറിയപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ധനം നിങ്ങൾ വേണ്ടതുപോലല്ല ഇഹലോകത്ത് നിങ്ങൾ ചിലവഴിക്കുന്നതെങ്കിൽ ഈ കാറ്റ് സംഭവിച്ചു, നിങ്ങളുടെ കൃഷിനാശം സംഭവിച്ചതുപോലെ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ഒരു ഫലവും ചെയ്യത്തില്ല.
നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ധനം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലവും ചെയ്തില്ല. പിന്നെ എന്താ പറഞ്ഞത്? വലമു അംഫുസഹും, അവർ സ്വയം ആക്രമണം ചെയ്യുന്നവരായിരുന്നു, ദൈവകൽപ്പന അനുസരിക്കുന്നവരായിരുന്നില്ല, പ്രവാചകൻ കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നില്ല. അവർക്ക് നേർവഴി കാണിക്കാൻ ആൾ വരുമ്പോൾ അപ്പോൾ നമുക്ക് മഴ വർഷിക്കുന്നു, നമുക്ക് നാശം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കാറ്റ് വീശുന്നു, നാശം വരുന്നു. ഇപ്പോഴും പ്രത്യേകമായ പേരുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാം കണ്ടുപിടിച്ച് ഞങ്ങൾക്കെല്ലാം കഴിയുമെന്ന് പറയുന്ന ലോകശക്തികൾ അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി അതാ വരുന്നു. അവർ കുറേ പേരിട്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ പേരൊക്കെയാണ് കാറ്റുകൾക്ക്. അത് ഇത്ര മൈൽ സ്പീഡിൽ ഇത് അടിച്ച് വീശും. പിന്നെ ചില പ്രദേശങ്ങളിൽ അങ്ങനെ തണുത്ത കാറ്റ് വീശി ജനജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മൾ കാണുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ അവിടെ ഭക്തരായ ജനങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം ഇല്ലാതെ പോകുന്നു. അക്രമം ചെയ്തുകൊണ്ട് അവരിങ്ങനെ കഴിയുകയാണ്. അപ്പോൾ അവർ സ്വയം അതിനെ നശിപ്പിക്കുന്നു, പ്രകൃതിയെയും അവർ നശിപ്പിക്കുന്നു, അവരുടെ അധ്വാനങ്ങളെ അവർ നശിപ്പിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തെറ്റായ മാർഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് അവർക്ക് നാശകേതുകമായി. അതുകൊണ്ടാണ് പറയുന്നത് വമാ ദലമഹുമുല്ലാഹു, അള്ളാഹു അവരോടൊരു അന്യായം ചെയ്തിട്ടില്ല. വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരുടെ സ്വന്തം ആത്മാക്കളോട് അവരോട് തന്നെ അന്യായം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് സ്മൈറ്റ്സ് ദ ഹാർവസ്റ്റ് ഓഫ് എ പീപ്പിൾ, ആ ജനതയുടെ വിളവിനെ ആ കാറ്റ് അടിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ചെയ്തികൾ, അവർ കഷ്ടപ്പെട്ട എല്ലാം അവർക്ക് നഷ്ടമാകുന്ന നിലയിലാണ് അവർ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഹു ഹാവ് റോബ്ഡ് ദംസെൽവ്സ്, അവരോട് തന്നെയാണ് ഈ അന്യായം ചെയ്യുന്നത്. ആൻഡ് ഡിസ്ട്രോയ്സ് ഇറ്റ്, അവർ തന്നെ അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് അള്ളാഹ് ഹാസ് നോട്ട് റോങ്ഡ് ദം, അള്ളാഹു താല അവരോടൊരു അന്യായം ചെയ്തിട്ടില്ല. ബട്ട് ദേ റോങ്ഡ് ദംസെൽവ്സ്, അവർ സ്വയം അന്യായം പ്രവർത്തിക്കുന്ന, അക്രമം പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 6-7 മാസക്കാലമായിട്ട് നമുക്ക് കേരളത്തിൽ എവിടെയാണോ നമ്മൾ വസിക്കുന്നത്, നമുക്കൊരു മേഘം കണ്ടാൽ, ഒരു മഴ പെയ്താൽ, അല്ലാഹുവേ, ഞാൻ താമസിക്കുന്ന എൻ്റെ പ്രദേശത്ത് നീ ഈ മഴയെ അനുഗ്രഹമാക്കി നൽകണമേ, ഇതിനെ ഞങ്ങളുടെ മേൽ ഒരു ശാപമാക്കി മാറ്റരുത്, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്കാക്കരുത് എന്ന് നിങ്ങൾ 5 നേര പ്രാർത്ഥനകളിൽ, സുജൂദുകളിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വയ്ക്കുന്നവരാണോ? ഒന്നുമില്ല. മഴ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സത്യനിഷേധികളുടെ സ്വഭാവത്തിലുള്ള സംസാരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തിരുന്നത്? കാർമേഘം കണ്ടാൽ ഇറങ്ങി നിന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഈ പ്രദേശത്തിന് അനുഗ്രഹമായി നീ നിൻ്റെ അനുഗ്രഹത്തെ ഇറക്കണമേ എന്ന്. അങ്ങനെ ഒരു സഹാബി ആവശ്യപ്പെട്ടു. മഴയില്ലാതെ ഞങ്ങളുടെ കൃഷിയും കന്നാലികളും ഒക്കെ വളരെ കഷ്ടതയിലാണ്. റസൂലുള്ളാഹി ദുആ ചെയ്തു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച മറ്റോ ആണ് ആ ദുആ ചെയ്തത്. ആ മഴ വർഷിച്ചുകൊണ്ടേയിരുന്നു ഒരാഴ്ചക്കാലം. പിറ്റേ ആഴ്ച ബദവിയായ ആ മനുഷ്യൻ വീണ്ടും, യാ റസൂലുള്ളാഹി, ഈ മഴ നമ്മുടെ പ്രദേശത്ത് നമുക്ക് ധാരാളം ആവശ്യത്തിനായി കഴിഞ്ഞു, ഇനി നമുക്കത് ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഇത് മാറുന്നതിന് വേണ്ടി, അപ്പോൾ ഇതിന് പകരം മറ്റു പ്രദേശത്തെ തിരഞ്ഞെടുത്ത് നീ ആ പ്രദേശങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. ഈ മാതൃകയൊക്കെ എവിടെയാണ്, ആർക്കാണ് ഉള്ളത്? നമുക്ക് വേണ്ടിയുള്ളതാണ്. സത്യവിശ്വാസികളായ നമുക്ക് ആവശ്യപ്പെടുന്ന ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്, എന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടി. എന്നെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും എൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുകയും അതിനെ ദുരുപയോഗം ചെയ്യുന്ന അക്രമികളെ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വചനത്തെക്കുറിച്ച് മസലുമാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയാ കമസലി റീഹിൻ ഫീഹാ സിർറുൻ അസാബത്തു ഹർസ ഖൗമിൻ ളലമൂ അൻഫുസഹും ഫഅഹ്ലകതുഹു വമാ ളലമഹുമുല്ലാഹു വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ. ഈ പട്ടികയിലൊന്നും അകപ്പെട്ടു പോകാൻ ഇരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ എന്ന് നമ്മുടെ കണ്ണിന് ഒരു നയനം, ആ നയനങ്ങൾക്ക് ഒരു കണ്ണുനീരിൻ്റെ ഒരു അലിവ് അതിലൂടെ ഇത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ സ്വയം അക്രമം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ കഴിയാണ്.
ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നത്, ദ പ്രസൻറ്റ് വേഴ്സ് കൺഫേംസ്, ഈ വചനം തർപ്പിച്ച് പറയുന്ന ഒരു കാര്യം, ദ ഫാക്ട്, ഒരു വസ്തുത, ദറ്റ് ഓൾ ദെയർ എഫർട്ട്സ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിലുള്ള അവരുടെ എല്ലാ പ്രയത്നങ്ങളും ഷാൽ ബി റെൻഡഡ് വർത്ത്ലെസ്, പ്രയോജനരഹിതമായി പോകും. ഈ ലോകത്തിലുള്ള അവരുടെ സകല പ്രവർത്തനങ്ങളും പ്രയോജനരഹിതമായി പോകും. ലൈക്ക് ഇൻറ്റൻസ് കോൾഡ് വിൻ ഫ്രീസസ് ദ പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത്, ഭൂമിയിലെ ഉൽപ്പന്നങ്ങളെ അതിശക്തമായ തണുത്ത കാറ്റ് അതിനെ തകർത്ത് കളയുന്നത് പോലെ പ്രയോജനരഹിതമായി, അതെടുത്ത് കഴിക്കാനുള്ള സാഹചര്യം വേണ്ട, അതിനുള്ള ഇതില്ലാത്ത നിലയിൽ അതിശക്തമായ ശൈത്യം കാറ്റ് വീശി ഇതിലെ ഭൂമിയിലെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഉപയോഗശൂന്യമായി പോകുന്നത് പോലെ അവരുടെ അധ്വാനങ്ങൾ മുഴുവൻ ശൂന്യമായി പോകും, പ്രയോജനരഹിതം. നമ്മൾ ഒട്ടന്ന് പണിയാണ്, രാവിലെ മുതൽ വൈകുന്നേരം, പിന്നെ രാത്രിയിലും നമ്മൾ പണിയുന്നുണ്ട്. കച്ചവടവും ബിസിനസ്സും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കമോ ഒക്കെയല്ല, വീട്ടിൽ വന്നാലും പിന്നെ ഈ കണക്കുകളെല്ലാം കൂട്ടി കളക്ട് ചെയ്യും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിനുള്ള അവസരങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനെ വിസ്മരിക്കാതെ അവൻ നൽകിയ ഈ നിഅമത്തുകളെ അവൻ്റെ വഴികളിലൂടെ ചിലവഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന കാശ് കൊണ്ട് എന്താ ചെയ്യുന്നത്? നല്ല ദൂർത്തടിക്കാൻ ബാറുകളിലും അതുപോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലും വലിയ വലിയ ആൾക്കാരെന്ന് പറയുന്നവരുടെ പുറകിൽ പോയി നിന്ന് ചെയ്താടിക്കുന്ന പണിക്ക് പോകുന്നവരെ അല്ലാഹു തആല ഇഹലോകത്ത്, അപ്പോൾ അവരൊക്കെ ഭയങ്കര നിലയിലാണല്ലോ, വലിയ വലിയ കാറുകളിലും സൗകര്യങ്ങളിലും 10-15 നിലയുള്ള വീടുകളിലുമൊക്കെ ആണല്ലോ. ഈ ലോകം ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാജ്യത്വം ഫതഹ് മക്ക കീഴടങ്ങിയതിനു ശേഷം അദ്ദേഹം കിടന്നുറങ്ങിയത് ഈന്തപ്പന ഓലയുടെ ഒരു പായിലാണ്. ആ പഴയ കുടിലിൽ തന്നെയാണ് അദ്ദേഹം. ഇതൊക്കെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ മാതൃകാ പുരുഷനാണ് ലോക ഭരണാധികാരികൾ. ഒരാളെങ്കിലും ഇന്നുണ്ടോ ഈ പ്രവാചകന്റെ മാതൃക സ്വീകരിക്കാൻ? എല്ലാ അധികാരങ്ങളും കയ്യിൽ വന്നിട്ടും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടും കഠിന ശത്രുവിന് പോലും മാപ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് ഉത്തമമായ ഉദാത്തമായ അതിമനോഹരമായ ജീവിത ശൈലി സ്വീകരിച്ച് നമുക്ക് വഴി കാണിച്ചു തന്ന ആ പ്രവാചകൻ്റെ മാതൃക നമ്മളൊന്ന് പിന്തുടർന്ന് നോക്കിന് നമുക്കെന്താവും, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാ പ്രതികൂലാവസ്ഥകളും നമുക്ക് അനുകൂലമായി മാറുന്ന സമയം വരും. ക്ഷമയോടെ കാത്തിരിക്കുക. ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്, നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ ചെവിയിൽ നിന്നും നമ്മുടെ ചിന്തയിൽ നിന്നും എന്താണ് രൂപപ്പെട്ടു വരുന്നത്? അവർ എന്നിലേക്ക് തിരികുകയാണോ, അതോ ഈ പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളെ പഴിച്ചു കൊണ്ടിരിക്കുകയാണോ? ഞാൻ അറിയാതെ ഒരിലയും ഇവിടെ പൊഴിയുന്നില്ല. എൻ്റെ സമുദായമല്ലാത്ത ഒരു ജീവജാലങ്ങളും ഇവിടെയില്ല. ആകാശത്ത് പറന്നു കിടക്കുന്ന ഒരു പക്ഷിക്കൂട്ടങ്ങളും എൻ്റെ സമുദായത്തിൽപ്പെടാത്തതല്ല ആയിട്ടില്ല. എല്ലാത്തിൻ്റെയും കണക്കും എല്ലാത്തിൻ്റെയും വാസസ്ഥലവും എല്ലാത്തിൻ്റെയും ജീവിത സൗകര്യങ്ങളും നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം വിശുദ്ധ ഖുർആൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന അത്യത്ഭുതകരമായ ചിന്താശകലങ്ങളാണ്, ചിന്തിക്കാനുള്ള വകകളാണ്. The deeds of these people shall be turned upside down. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതനുസരിച്ച് പ്രവർത്തിക്കാത്ത ഇത്തരത്തിലുള്ള ദൈവനിഷേധികളായ ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ അപ്സൈഡ് ഡൗൺ, തലകീഴായി മറിയും. വാട്ട് എവർ റോങ് ദേ ഡിഡ്, എന്തൊക്കെ തെറ്റും കുറ്റങ്ങളും കുറവുകളുമാണോ അവർ ഈ ഭൂമുഖത്ത് കാണിച്ചു കൂട്ടിയത്, വിൽ ടേൺ അഗൻസ്റ്റ് ദം, അത് അവർക്കെതിരായിട്ട് തന്നെ തിരിഞ്ഞു വരും. ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, വിധി നാളിൽ. ആൻഡ് വാട്ട് എവർ ഗുഡ് ദേ ഡിഡ്, ഇനി അവരെന്തൊക്കെ നന്മയാണോ നല്ലതാണോ സെൻഡ് ഫോർവേഡ്, അവർ ഞങ്ങൾ കണ്ട നന്മ ചെയ്യുന്നത്,
വിൽ ബി ലോസ്റ്റ് among the enormity of their wrongs and evils. അവർ ചെയ്ത തെറ്റിൻ്റെയും കുറവിൻ്റെയും കുഴപ്പത്തിൻ്റെയും മൂലം, അതിക്രമം മൂലം അതെല്ലാം തള്ളപ്പെടും. കാരണം അവർ ചെയ്തത്, എസ്പെഷ്യലി ദ ഈവിൾസ് വിച്ച് ദേ കമ്മിറ്റഡ് അഗൈൻസ്റ്റ് അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാർക്കും എതിരായി, അവർ നൽകിയ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എതിരായി പ്രവർത്തിച്ച ജനതയാണ്, ആളുകളാണ്. അള്ളാഹ് ക്ലിയർലി പ്രിസൈസ്, അള്ളാഹു തആല വളരെ വ്യക്തമായി കൃത്യമായി ചുരുക്കി പറഞ്ഞു തരികയാണ്, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹിം ഹു ഈസ് ബിഹൈൻഡ് ദെയർ ഡിസ്ട്രക്ഷൻ, അവരുടെ ഈ നാശത്തിന് പിന്നിൽ അള്ളാഹു ഇല്ല. ബട്ട് ഇറ്റ് ഈസ് ദം, മറിച്ച് അവർ തന്നെയാണ് ദ സോൾ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഡൗൺഫാൾ, അവരുടെ ഈ അധപതനത്തിൻ്റെ കാരണം അവർ മാത്രമാണ് എന്ന്. അപ്പോൾ ഈ വചനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാം. മസലുമാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തി ദുനിയ കമസലി റീഹിൻ ഫീഹാ സിർറുൻ അസാബത് ഹർസ ഖൗമിൻ ളലമൂ അൻഫുസഹും ഫഅഹ്ലകതുഹു വമാ ളലമുഹുമുല്ലാഹു വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ. നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ല നല്ല പ്രതിഫലങ്ങൾ ലഭിക്കത്തക്ക നിലയിൽ നമ്മൾ അതിനെ മാറ്റി എടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാം സംഭവങ്ങളും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പിടിയിലും നിർദ്ദേശങ്ങളിലുമാണ്. അവൻ്റെ കൽപ്പനയ്ക്കനുസൃതമായിട്ട് നമ്മൾ ഭൂമിയെ ഉപയോഗിക്കുക, ഈ പ്രകൃതിയെ ഉപയോഗിക്കുക, അവൻ നടപ്പിലാക്കിക്കൊണ്ട പദ്ധതികളെ ആ നിലയിൽ കാണുക. അതിന് വിരുദ്ധമായിട്ട് ഭൂമിയെ നശിപ്പിക്കുവാനും അതിലെ ജീവജാലങ്ങളെ നശിപ്പിക്കുവാനും അതിനെ അമിതമായ നിലയിൽ ചൂഷണം ചെയ്ത് ഈ ലോകത്തിന് നാശം വിതയ്ക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അക്രമികളെ ഇഹലോകത്ത് വെച്ച് മാത്രമല്ല പരലോകത്ത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു പോയതായിട്ട് അവർ അറിയും. ഇഹലോകത്തും ലാസ്റ്റ് ടൈമിൽ ഫറോവ മുങ്ങിച്ചാവാൻ നേരത്ത് പറയുന്നത് പോലെ അവരവസാനം അറിയും. അത് ഏത് കൊലകൊമ്പന്മാരായ ശ്വാസം എടുക്കാൻ കഴിയാതെ പോകുന്ന ഈ കളവന്മാരാണല്ലോ ഇന്ന് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വാസം എടുക്കാൻ വേണ്ട അവന്മാരുടെ മുമ്പിലും പുറയിലും കുറേ ഡോക്ടർമാരും യന്ത്രങ്ങളും എല്ലാം ഉണ്ടോ, അവരെല്ലാം അങ്ങ് നടക്കുകയാണ്. അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജീവിതമാണ് ഈ ഭൂമുഖത്തുള്ളത്. അതുകൊണ്ട് സത്യസന്ധമായി നല്ല നിലയിൽ സത്പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹു നൽകുന്ന എന്താണോ അതിൽ സംതൃപ്തരായി അത് താനിക്കും തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അയൽവാസികൾക്കും സമൂഹത്തിനും നൽകി എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദൂതന്മാരായി ഈ ഭൂമിയിൽ വസിക്കുവാൻ അല്ലാഹു തആല 5 നേര പ്രാർത്ഥനകളിലൂടെ നമ്മെ അനുനിമിഷം മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും അല്ലാഹുവിൻ്റെ കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന സന്ദേശവുമായി നിങ്ങൾ ലോകത്തിലെ ഈ ഗ്ലോബ് മുഴുവൻ ആ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി നിങ്ങൾ മാറണം. ആ അധ്യാപനമാണ് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കും. ജസാക്കുമുല്ലാഹു ഹസനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.